നോക്കാം കഴിഞ്ഞ 24 മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. തായ്വാനെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങളെ കുറിച്ച് ചൈനയ്ക്ക് ബോധ്യമുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അവസ്ഥകളെ നന്നായി മനസ്സിലാക്കുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് 1 ലക്ഷം രൂപയുടെ റിസർച്ച് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്കീം അവതരിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻസസ് ഇരട്ടിയായെന്നും ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമായി മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുകയിലയ്ക്കും വേപ്പിങ്ങിനും ജനറേഷണൽ ബാൻ ഏർപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി മാറി മാൽദീവ്സ്. നവംബർ 1 നിലവിൽ വന്ന ഈ നിയമപ്രകാരം 2007 ജനുവരി 1 ശേഷം ജനിച്ച വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എല്ലാവർക്കും പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. റേസർ പേയുമായി സഹകരിച്ചുകൊണ്ട് UPI പേയ്മെന്റ്സ് മലേഷ്യയിലേക്ക് കൂടി വികസിപ്പിച്ച് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇത് പ്രകാരം ഇന്ത്യക്കാരായ യാത്രക്കാർക്ക് ഇൻസ്റ്റന്റ് ആൻഡ് സെക്യൂർ പേയ്മെന്റ്സ് സാധ്യമാകും. ഫോളോ ഫോർ മോർ സച്ച് കോണ്ടന്റ്.